സഹോദരന്മാരെ, തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണത്തിൽ തർക്കം ആളുകൾക്കിടയിൽ സജീവമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ എത്ര റക്കാത്താണ് തറാവിയെ നമസ്കരിച്ചിട്ടുള്ളത് എന്ന് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ആദരിക്കുന്ന ഏറ്റവും അതിമഹത്തായ ഗ്രന്ഥം എന്ന നിലക്ക് അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല സഹീഹുൽ ബുഖാരി എന്ന് മുസ്ലിം ലോകം പ്രഖ്യാപിക്കുകയാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹായത് ബുഖാരി എന്ന്. ഈ ബുഖാരിയിൽ തറാവീഹ് എന്ത് പറയുന്നു? തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണം നമുക്ക് പരിശോധിക്കാം. ഇത് ബുഖാരിയുടെ കിതാബു തറാവി സലാത്തു തറാവീഹ് എന്ന അധ്യായമാണ്. കിതാബു സലാത്തു തറാവീഹ് ഇമാം ബുഖാരി കൊടുക്കുകയാണ്. ഈ കിതാബു സലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ 2012 നമ്പർ ഹദീത്തിൽ ഇമാം ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നമസ്കരിച്ചതിന്റെ എണ്ണം പറയുന്നുണ്ട്. ഇതിൽ ഇതാ പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റസൂലുള്ള എത്രയാണ് നമസ്കരിച്ചത് എന്ന്. ഇതാ, മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റകഅത്തിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന്. ഈ പറയുന്നത് തറാവീഹിന്റെ കിതാബ് സലാത്തു തറാവീഹ്, തറാവീഹ് നമസ്കാരത്തിന്റെ അധ്യായം എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ അതിന്റെ റക്കാത്തുകളുടെ എണ്ണം പറയാൻ വേണ്ടിയാണ് ഈ ഹദീത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബുഖാരിയിൽ 11 റക്കാത്ത് തറാവീഹ് പ്രവാചകൻ നമസ്കരിച്ചു എന്നാണ്. അപ്പൊ ഈ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞത് സ്വീകരിക്കണമോ, അതല്ല ഏതെങ്കിലും പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്നത് സ്വീകരിക്കണമോ? മാത്രമല്ല, ഷാഫി മദബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാബിൽ ഫത്താവയിൽ പറഞ്ഞു 20 റക്കാത്ത് നബി നമസ്കരിച്ചു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല. ലം യസ്ബുത് 20 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്രയിലും പറഞ്ഞു 20 റക്കാത്ത് റസൂലുള്ളാഹി തറാവീഹ് നമസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ ബുഖാരിയിലേക്ക് മടങ്ങണമെന്ന് എന്റെ സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.